കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് ഒരമ്മയെ മകൻ ഇങ്ങനെ കൊലപ്പെടുത്താനുള്ള മനോബലം ഈ കേരളത്തിൽ. സ്ത്രീ ശാക്തീകരണം വെറും ഒരു സ്ത്രീകളെ ഉയർത്തി ശക്തി ആർജിച്ച് വെറുതെ വിടാനുള്ള. പക്ഷേ യുവശക്തിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താ? കാട്ടാനക്കൂട്ടങ്ങളെപ്പോലെ മസിൽമാൻമാരെ അല്ല സൃഷ്ടിക്കേണ്ടത്. നമ്മൾ വിചാരിക്കും കഞ്ചാവിനോ ബാക്കിയുള്ള അടിമകളായിക്കൊണ്ട് രണ്ടുപേരും അതൊന്നുമില്ല. അയാളുടെ പുരുഷൻ കഞ്ചാവിന് അടിമയല്ല, ഈ സ്ത്രീയെ കഞ്ചാവിനോ അതേപോലത്തെ ലഹരി പദാർത്ഥങ്ങൾക്കോ അടിമകളാണ്. നമ്മൾ ചില ആൾക്കാർ ആരാധിക്കും, ഹിന്ദുക്കളെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ആ ആൾക്കാരെ കച്ചവടം ചെയ്യുന്ന സമയത്ത് അവിടെ ജോലിക്ക് 2 വിഭാഗം ആൾക്കാരെ വയ്ക്കുന്നു. ഹിന്ദു പെൺകുട്ടികളെ വയ്ക്കുന്നു, അത് മിക്കവാറും തിരുവനന്തപുരത്തുള്ള ആൾക്കാരായിരിക്കും. അവിടെ അതിനേക്കാൾ കൂടുതൽ പുരുഷന്മാരെ വയ്ക്കുന്നു. ഒറ്റയാൾ പോലും തിരുവനന്തപുരത്തുകാരായിരിക്കില്ല. ഒരു ഇരയിട്ട് കൊടുക്കുക. ലവ് ജിഹാദ് നടക്കുന്നില്ല എന്നല്ലേ ഇപ്പം എല്ലാവരും പറഞ്ഞത്? അങ്ങനെ ഇല്ല സംഭവം. ജ്യൂസ് കടകൾ, അതേപോലെ തന്നെ മൊബൈൽ ഷോപ്പുകൾ, ഇതെല്ലാണ്. ആരാ ഇത് നടത്തുന്നത്? ആരാണ് അവിടേക്ക് കൊണ്ടുപോകുന്നത്? ഇങ്ങനെ പോയൊരു കുട്ടി, ഒരു സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് അച്ഛൻ. വലിയ മതേതരത്വമൊക്കെ പറയുന്ന ആശയമൊക്കെ പറയുന്ന ഒരാളാണ്. പോയ സമയത്ത് കരച്ചിൽ തുടങ്ങി. അപ്പോൾ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ഈ കുട്ടികളായിട്ട് അമ്പലത്തിൽ പോകാറുണ്ട്? നിങ്ങളെ മക്കളായിട്ട് പോകാറില്ല? നിങ്ങളെ ഭാര്യയായിട്ട് അമ്പലത്തിൽ പോകാറുണ്ടോ? ഇല്ല. നിങ്ങളെ ഭാര്യയെ കുട്ടികളായിട്ട് അമ്പലത്തിൽ പോകാറുണ്ടോ? അനന്തപുരിയിൽ ഇനി അങ്ങോട്ട് വരുന്ന 3-4 ദിവസങ്ങൾ ഒരു ഉത്സവ ലഹരിയാണ്. ഒരു സാംസ്കാരിക സമ്മേളനമുണ്ട്, യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുപാട് കാര്യം, അവർക്ക് പ്രത്യേക സെഷൻസ് ഉണ്ട്, മഹിളകൾക്ക്, അമ്മമാർക്ക്, പല കാറ്റഗറിയിലുള്ളവർക്കും ഉണ്ട്. അപ്പോൾ ഇത്തരം ഈ ഒരു ഏകീകരണം വരുമ്പോൾ നമുക്ക് യുവജനങ്ങൾക്ക് എന്താണ് കൂടുതലായിട്ട് ഇതിൽ നമ്മുടെ ഈ ഹിന്ദു മഹാസമ്മേളനത്തിന് കൊടുക്കാൻ പറ്റിയ സന്ദേശം എന്തായാലും? യുവജനങ്ങൾ ഉയർന്നു വരണം. അത് രാഷ്ട്രാഭിമുഖമായിരിക്കണം. രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുന്ന ആൾക്കാർ അവർ ഈ രാഷ്ട്രത്തെ ഉയർത്തിക്കൊണ്ടുവരണം. എന്താണോ ആഗ്രഹിക്കുന്നത്, ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ തലകുനിക്കുന്ന ഒരു സമൂഹത്തെ അല്ല നമുക്ക് കാണിച്ചു വയ്ക്കേണ്ടത്. തല ഉയർത്തി നിൽക്കുന്ന ശക്തമായ ഒരു വിഭാഗം. ആ ശക്തമായ വിഭാഗം ഉണ്ടെങ്കിൽ മാത്രമേ ഈ രാഷ്ട്രത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കൂ. ആ സമയത്താണ്, ഉയർന്നു വരുന്ന സമയത്താണ് നാളെ ആധ്യാത്മിക അടിത്തറയിൽ കൂടിയിട്ട് സമ്പന്നമായ ഒരു രാഷ്ട്രം ലോക ഗുരുസ്ഥാനത്തേക്ക് എത്തുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഇത്തരം വലിയ കാര്യങ്ങൾ പറയുമ്പോഴും കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് ഒരമ്മയെ മകൻ കുത്തിക്കൊല്ലുകയുണ്ടായി. അത് ഈ എന്താ പറയുക, കഞ്ചാവിന് അടിമപ്പെട്ട് അയാളെ ബാംഗ്ലൂരിൽ നിന്നുള്ള കൊണ്ടുവരുന്നു. അമ്മയച്ഛനും മാതാപിതാക്കളും നല്ല രീതിയിൽ വളർത്തിയെടുക്കുന്നു. അവനെ കരുതലോടെ കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുന്നുണ്ടായിരുന്നു കോളേജിൽ പോയപ്പോഴാണ്. പക്ഷേ ആ അമ്മയെ കൊന്നു. ഇങ്ങനെ കൊലപ്പെടുത്താനുള്ള മനോബലം ഈ കേരളത്തിൽ സംഭവിക്കുന്നു. ഞാനതാണ് യുവജനങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. നമ്മളതിൽ യുവജനങ്ങൾക്കല്ല, ഇത്തരം പ്രശ്നങ്ങൾക്ക് അതിനു വേണ്ടിയിട്ടാണ് സ്ത്രീ ശാക്തീകരണം. സ്ത്രീ ശാക്തീകരണം വെറും ഒരു സ്ത്രീകളെ ഉയർത്തി ശക്തി ആർജിച്ച് വെറുതെ വിടാനുള്ളതല്ല. ആ സ്ത്രീ അവർ പ്രസവിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന മക്കളെ അവർ പരിപാലിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് ബോധം കൊടുക്കണം. അതുകൊണ്ട് സ്ത്രീ ശാക്തീകരണം നടത്തുന്ന സമയത്ത് സ്ത്രീകൾക്ക് ബോധവൽക്കരണം കൂടി കൊടുക്കുന്നുണ്ട്. ആ ബോധവൽക്കരണം നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെ വരും തലമുറയെ വളർത്തണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. വീട്ടിൽ നിന്നിട്ടാണ് ഇതിന് പ്രചോദനം കിട്ടേണ്ടത്. വീട്ടിൽ നിന്നാണ് കുട്ടികൾക്ക് സംസ്കാരം പകർന്നു കൊടുക്കേണ്ടത്. ആദ്യം തന്നെ സംസ്കാരം പകർന്നു കൊടുക്കുന്നത് അമ്മമാരാണ്. ആ അമ്മമാരിൽ നിന്നാണ് സംസ്കാരം കിട്ടുന്നത്. അത് കുടിക്കുന്ന മുലപ്പാലിൽ കൂടിയിട്ടാണ് ശരിക്കും വളർന്നു വരുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ടാവും, കുട്ടികൾക്ക് പാൽ കൊടുക്കുന്ന സമയത്ത്, കുട്ടികളെ താരാട്ട് ഉറക്കുന്ന സമയത്തൊക്കെ ആ താരാട്ടിൽ കൂടി സംസ്കാരം കിട്ടുന്നൊരു ചരിത്രം. അമ്മൂമ്മമാരാണ് അതുപോലെ കുട്ടികളോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, പരിസ്ഥിതിയെ നശിപ്പിക്കരുത് എന്നുള്ളതിന് അന്ന് അവർക്കൊന്നും അറിയില്ലെങ്കിലും ഭൂമിയിൽ കൊത്തരുത് മോനെ, ഭൂമി ദേവിയാണ് പറഞ്ഞു കൊടുക്കാറുണ്ട്. സമുദ്രവസനേ ദേവി പർവ്വത സ്തനമണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശ ക്ഷമസ്വമേ. കുട്ടികളെ പഠിപ്പിച്ചിട്ട് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് അത്
തൊട്ട് നമസ്കരിക്കണം. അതെ അതെ. മാതൃഭൂമിയെക്കുറിച്ചിട്ടാണ്. ഒന്നും അറിഞ്ഞുകൂടെങ്കിലും പക്ഷേ ഈ രീതിയിൽ അവർ പറയുന്നു. അതുപോലെ ഒരു മരം വെട്ടുന്ന സമയത്തോടെ വേറെ മരം നട്ട് വളർത്തണം. രാത്രി തുളസിയില പറക്കരുത്. ഇങ്ങനത്തെ ഓരോ ഇത്തരം കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളും പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ പറ്റുന്നതായിരുന്നു. അതുപോലെ സാധനങ്ങൾ വലിച്ചെറിയരുത് പുഴയിലേക്ക്, ആറിലേക്ക്, കുളത്തിലേക്ക്. അമ്മമാർ പറഞ്ഞു കൊടുത്തിരുന്നതാണ്. അതെ. അപ്പോൾ ആർക്കാ പങ്കിതിൽ? അമ്മമാർക്ക്, സഹോദരിമാർക്ക്, വളർന്നു വരുന്ന സ്ത്രീകൾക്ക്, അവർക്കായിരുന്നു പങ്ക്. കുട്ടികൾക്ക് കൊടുക്കേണ്ട ആഹാരത്തിനെ സംബന്ധിച്ചിട്ട് ശാക്തീകരണം എന്ന് പറയുന്ന സമയത്ത് വെറും മറ്റുള്ള ശക്തി മാത്രമല്ല, സംഘടിത ശക്തി, കായിക ശക്തി, അതിനുള്ള പ്രചോദനം കൊടുത്തുകൊണ്ടിരുന്നു. കുട്ടികളെ രാവിലെ എണ്ണ തേച്ച് കുളിപ്പിക്കുക, അത്തരം കാര്യങ്ങൾ മുഴുവൻ. ആ സമയത്തും കുട്ടികൾക്ക് പാട്ട് പാടി കൊടുക്കും, ചെറിയൊരു പാട്ട്, ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതേപോലെ സ്ത്രീ ശാക്തീകരണത്തിൽ കൂടിയിട്ടാണ് ഈ യുവശക്തിയെ വളർത്തിയെടുക്കേണ്ടത്. രണ്ടും പരസ്പര പൂരകങ്ങളാണ്. പക്ഷേ യുവശക്തിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താ? വെറും കാട്ടാനക്കൂട്ടങ്ങളെപ്പോലെ മസിൽമാൻമാരെ അല്ല സൃഷ്ടിക്കേണ്ടത്. രാമനെ പോലത്തെ ആൾക്കാരാണ്, ധാർമ്മികമായി ചിന്തിക്കുന്ന, ധാർമ്മികമായി പ്രവർത്തിക്കുന്ന ആൾക്കാർ. രാവണനെ പോലെ ചിന്തിക്കേണ്ട ആൾക്കാരല്ല. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ഇന്ന് ജനസംഖ്യ കൂടുന്നതനുസരിച്ച് ഹിന്ദു ഏത് സ്ഥാനത്തേക്കാണ് പോയത്? ജോലി ചെയ്യാൻ മടിയുള്ള ഹിന്ദു യുവാക്കന്മാർ. അവർ സ്വയം ജോലി കണ്ടുപിടിക്കണം, സർക്കാരിനെ മാത്രം ആശ്രയിച്ചുകൊണ്ടാകരുത്. സ്വയം ഉയരാനും സ്വയം വളരാനും സ്വയം പ്രവർത്തിക്കാനും ജോലികൾ കണ്ടെത്തി സ്വയം ആൾക്കാർക്ക് വേണ്ടി ജോലി കൊടുക്കാനും ഈ വിധത്തിലുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അത്തരം കാര്യങ്ങൾക്ക് പ്രചോദനം കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതാണ് നമ്മൾ യുവശക്തി സംഗമത്തിൽ കൂടിയിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ചേട്ടാ, അതുപോലെ തന്നെ ഇപ്പോൾ ഈ വനിതകൾ, ഇപ്പം ഹിന്ദു സമാജത്തിലാണ് കൂടുതൽ ഇത്തരത്തിലുള്ള ട്രാപ്പുകളിൽ ചെന്നപ്പെടുന്നത്. അതായത് കൂടുതലും ഈ എറണാകുളം ഭാഗത്താണ് ലിവിങ് ടുഗദർ, താത്വിക വാദമൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ പുരോഗമന ചിന്താഗതിയൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് ജീവിക്കുകയാണ്. പക്ഷേ ഇവരൊക്കെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ, അവരൊക്കെ തീർത്തും ഒരു അനാഥത്വം വന്നിട്ട് സമൂഹത്തിലൊരു വല്ലാത്തൊരവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെ വീട്ടുകാർ വിഷമിക്കുന്നു. ഈ പെൺകുട്ടി ഒടുവിൽ ഈ പെൺകുട്ടിയും വലിയ ദുരന്തത്തിലേക്കൊക്കെ പോകുന്നൊരവസ്ഥയാണ്. കുട്ടികൾക്ക് പിന്നീടല്ലേ വരുന്നുള്ളൂ. ഈ കുട്ടിയുടെ സ്ഥിതിയാണ് ആ കുട്ടി തന്നെ ദുരന്തത്തിലേക്ക് വരുന്നത്. അതെ, കാരണം ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. നമ്മൾ വിചാരിക്കും കഞ്ചാവിനോ ബാക്കിയുള്ള അടിമകളായിക്കൊണ്ട് രണ്ടുപേരും അതൊന്നുമില്ല. അയാളുടെ പുരുഷൻ കഞ്ചാവിന് അടിമയല്ല. ഈ സ്ത്രീയെ കഞ്ചാവിനോ അതേപോലത്തെ ലഹരി പദാർത്ഥങ്ങൾക്കോ അടിമകളാക്കും. ഞാൻ മനഃപൂർവ്വം ചെയ്യുന്ന ചില കാര്യങ്ങൾ അറിയാമോ? തിരുവനന്തപുരത്ത്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് മാത്രമല്ല, മുഴുവൻ കേരളത്തിലുണ്ട്, ഭാരതത്തിൻ്റെ പല ഭാഗത്തുണ്ട്. ചില ബിസിനസ്സുകാർ, വലിയ ബിസിനസ്സുകാരാണ്, നമ്മൾ ചില ആൾക്കാർ ആരാധിക്കും, ഹിന്ദുക്കളെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ആ ആൾക്കാർ കച്ചവടം ചെയ്യുന്ന സമയത്ത് അവിടെ ജോലിക്ക് രണ്ട് വിഭാഗം ആൾക്കാരെ വെക്കുന്നുണ്ട്. ഹിന്ദു പെൺകുട്ടികളെ വെക്കുന്നു, അത് മിക്കവാറും തിരുവനന്തപുരത്തുള്ള ആൾക്കാരായിരിക്കും. അവിടെ അതിനേക്കാൾ കൂടുതൽ പുരുഷന്മാർ വെക്കുന്നു, ഒറ്റയാൾ പോലും തിരുവനന്തപുരത്തുകാരായിരിക്കില്ല. ഒരു ഇര ഇട്ട് കൊടുക്കുക, നീ ആ ഇരയിൽ കൊത്തി കൊണ്ടുപോയിക്കോ, എന്നിട്ട് പിന്നെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാ? ഈ പറഞ്ഞ പ്രവർത്തിക്കുകയാണ്. എറണാകുളത്തേക്ക് മാത്രമല്ല. നേരത്തെ ലവ് ജിഹാദിനെ കുറിച്ച് പറഞ്ഞിരുന്നില്ലേ? ലവ് ജിഹാദ് നടക്കുന്നില്ല എന്നല്ലേ ഇപ്പം എല്ലാവരും പറഞ്ഞത്? അങ്ങനെ ഇല്ല സംഭവം. ഈ ബാലരാമപുരത്ത് കുറച്ച് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു 10-27 കുട്ടികൾ താമസിക്കുന്നുണ്ട്. ഇരകളാണ്. അവിടെ മാത്രം, ഇങ്ങനെ പല ഭാഗത്തും ഉണ്ട്. പല ആളുകളെയും തിരുവനന്തപുരത്ത് കാണാനായിട്ടുണ്ട്. എവിടേക്കാണ് പോയത് ആർക്കാ അറിയാം? ഇവരെ എങ്ങനെയാണ്, അതിൻ്റെ മാധ്യമം എവിടെയായിരുന്നു? ജ്യൂസ് കടകൾ, അതേപോലെ തന്നെ മൊബൈൽ ഷോപ്പുകൾ, ഇതെല്ലാമാണ്. ആരാ ഇത് നടത്തുന്നത്? ആരാണ് അവിടേക്ക് കൊണ്ടുപോണത്? കുറച്ചു കാലം മുമ്പ് പത്തനംതിട്ടയിൽ നിന്ന് ഒരു കോളേജിൽ നിന്ന് വിദ്യാർത്ഥിനികളെ, ആ കോളേജിൽ തന്നെ പഠിക്കുന്ന ചില പെൺകുട്ടികൾ, അവർ തന്നെ നമുക്ക് ജ്യൂസ് കടയിൽ പോയി ജ്യൂസ് കുടിക്കാമെന്നൊക്കെ പറഞ്ഞു കൊണ്ടുപോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ ആൺകുട്ടികൾ വന്നു. ആ ആൺകുട്ടികൾ പിൽക്കാലത്ത് ഈ പെൺകുട്ടികളെ കൈകാര്യം ചെയ്യാൻ തുടങ്ങി. അതിന് കൂട്ടുനിന്നത് ആരാണ്? ആ വിഭാഗപ്പെടുന്ന പെൺകുട്ടികൾ.
പിന്നീട് ആ പെൺകുട്ടിയുടെ സ്ഥിതി എന്താണ്? ഇന്നും അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്ന ജീവിക്കുന്ന പെൺകുട്ടികൾ തിരുവനന്തപുരത്തുണ്ട്, പത്തനംതിട്ടയിലുണ്ട്, പല ഭാഗത്തുമുണ്ട്. അത് പെൺകുട്ടികളായതുകൊണ്ട് ആരും പുറത്തു പറയാതിരിക്കുക, അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നു. ഞാനതാണ് ഇത്തരം സാഹചര്യങ്ങൾ നിൽക്കുന്നു. നമുക്ക് ഇങ്ങനൊരു സംഗമങ്ങൾ കൊണ്ട് ഇവർക്കൊക്കെ എത്രമാത്രം ഗുണങ്ങൾ ഉണ്ടാക്കാൻ പറ്റും? അതാണ് എൻ്റെ ചോദ്യം. ഇതായിരുന്നു. അവർക്ക് ഗുണമല്ല, ഇത് ചെയ്യുന്നവർക്ക് നമ്മൾ ഇത്തരം ഇതിൽ പെടുന്ന ആൾക്കാർ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് മാനസികമായുള്ള പരിവർത്തനം നമ്മൾ ആഗ്രഹിക്കുന്നു. അവർക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ നടത്താനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നു. അവർക്ക് ബോധവൽക്കരണം നടത്താനുള്ള പരിപാടികൾ ചെയ്യുന്നു. അവർക്ക് നടത്തുന്നതിന് മുമ്പേ അവരുടെ അമ്മമാർക്ക് അവർക്കാണ് നടത്തുന്നത്. കാരണം ഈ കുട്ടി, ഞാൻ ഇതേ സമയത്തൊരു ഇടയിലൊരു ചോദ്യം, അതിലൊരു സംഭവം പറയാം. ഇങ്ങനെ പോയൊരു കുട്ടി, ഒരു സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് അച്ഛൻ, വലിയ മതേതരത്വമൊക്കെ പറയുന്ന ആശയമൊക്കെ പറയുന്ന ഒരാളാണ്. പോയ സമയത്ത് കരച്ചിൽ തുടങ്ങി. അപ്പോൾ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ഈ കുട്ടികളായിട്ട് അമ്പലത്തിൽ പോകണം, നിങ്ങൾ മക്കളായിട്ട് പോകാറില്ല, നിങ്ങൾ ഭാര്യയായിട്ട് അമ്പലത്തിൽ പോകാറുണ്ടോ? ഇല്ല. നിങ്ങളെ ഭാര്യയെ കുട്ടികളായിട്ട് അമ്പലത്തിൽ പോകാറുണ്ടോ? ഇല്ല. ഈ ചോദ്യമാണ് ഇതിൻ്റെ ഉത്തരവും. സംസ്കാരം കിട്ടുന്ന, ആ നിലയ്ക്ക് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന, വിശ്വാസം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം വീടുകളിലില്ല. അതുകൊണ്ട് തന്നെ മറ്റതിലേക്ക് ആകർഷ്ടരാകുകയാണ് അവർ. അതെ. അപ്പം മറ്റുള്ള ആകർഷണം, ചോദ്യം ചോദിച്ച ഉത്തരം പറയാനില്ല, അവർക്കറിയില്ല. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അതാണ് നമ്മൾ ഒന്ന് ആഗ്രഹിക്കുന്ന. ഈ ഒറ്റയൊരു സമ്മേളനത്തിൽ കൂടിയിട്ടല്ല, ആ സമ്മേളനത്തിൽ കൂടി അത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ ആസൂത്രണം ചെയ്യുന്നു. നിത്യേന നിയമേന ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതും കൂടി ആസൂത്രണം ചെയ്യുകയാണ് ഈ പരിപാടിയിൽ വെച്ചിട്ട്. അതാണ് അമ്മമാരുടെ പരിപാടിയിൽ നടക്കുന്ന ചില വിഷയങ്ങൾ. അത് തന്നെയാണ് യുവാക്കന്മാരുടെ എന്ന് പറയുമ്പോൾ ഇവരും യുവാക്കന്മാരുടെ യുവതികളും ഉണ്ട്. അതിലും വെക്കുന്ന ഒരു സംഗതി. നിങ്ങൾക്ക് വെറും ജോലി വാങ്ങിച്ചിട്ട് ഉണ്ടാകണം എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ സംസ്കാര സമ്പന്നരായിട്ട് വളരണം. നിങ്ങളെ സംസ്കാരത്തോടെ വളർന്ന് മാത്രമല്ല, നിങ്ങളെ ഭാവി തലമുറയും സംസ്കാരത്തിന് വേണ്ടിയായിട്ട് തീർക്കണം. എന്താണോ രാഷ്ട്രം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ വിധത്തിൽ നിങ്ങളായിത്തീരണം എന്നുള്ളൊരു സന്ദേശം കൂടിയായിരിക്കും ഇതിലെല്ലാം കൊടുക്കുക. ഇപ്പം മതേതരമൊക്കെ ആണല്ലോ എല്ലാവരും പറയുന്നത്. ഇപ്പം ഇത്തരം നമ്മൾ കൂട്ടായ്മകളൊക്കെ വയ്ക്കുമ്പോൾ ആളുകൾ വരുന്നു, അവർ സമയം ഈ പ്രഭാഷണങ്ങളെല്ലാം കേൾക്കുന്നു, പോകുന്നു. അവരുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കി ഇപ്പോൾ ആ ടൈമിൽ മാത്രമാണ് ഇവരെല്ലാം വരുന്നത്. ആ സമയം കഴിഞ്ഞ പിന്നെ ഇവർ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നു, വീണ്ടും പഴയ സ്ഥിതിയിൽ വരുന്നു, പിന്നെ അടുത്ത വർഷം വീണ്ടും ഹിന്ദു മഹാസമ്മേളനം വരുന്നു. അപ്പോൾ അങ്ങനൊരു റൊട്ടീനായിട്ട് അവരുടെ ജീവിതത്തിലേക്ക് ഈ പ്രഭാഷണങ്ങളൊന്നും ഏൽക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഹിന്ദു ഇങ്ങനെ പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ അതിനു വേണ്ടി എന്തെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നു, നമ്മളതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുകൊണ്ട് നമ്മൾ സന്യാസി ശ്രേഷ്ഠന്മാരെ കാണുന്നുണ്ട്. സന്യാസി ശ്രേഷ്ഠന്മാരായിട്ട്, ആചാര്യന്മാരായിട്ട്, തന്ത്രിമാരായിട്ട്, പണം വാങ്ങിക്കുന്ന തന്ത്രിമാരല്ല, മനസ്സിലായി, അത്തരം ആഗ്രഹങ്ങളില്ലാത്ത ഈ സമൂഹം നന്നാണെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുമായിട്ട്, പണ്ഡിതന്മാരായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ വിഭാഗങ്ങളും, ഇപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ ഇത്തരം ആൾക്കാർ വളർന്നു വന്നിട്ടുണ്ട്. നമുക്ക് അങ്ങനത്തെ സന്യാസിശ്രേഷ്ഠന്മാരെയൊക്കെ കാണാം, പുതുതായിട്ട് വന്നിട്ടുള്ള ധാരാളം ആൾക്കാർ. അപ്പോൾ ഇവരെല്ലാവരും ഒത്ത് പിടിച്ചുകൊണ്ട്, ഇപ്പം സന്യാസിമാരുടെ ഇടയിൽ തന്നെ അങ്ങനെ സംസാരം ഉണ്ടായിട്ടുണ്ട്. സംഘടന രൂപം പ്രാപിച്ചവരുണ്ട്. അപ്പോൾ അവരോടൊക്കെ യോജിച്ചുകൊണ്ട്, അവരോടൊപ്പം കൂടിക്കൊണ്ട്, അവരെ വിമർശിച്ചുകൊണ്ടല്ല, അവരിൽ നിന്ന് മാറി നിന്നുകൊണ്ടല്ല, അവരോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് എന്താണോ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ സന്നദ്ധരാകും. മാറ്റം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. കാരണം നമ്മൾ കണ്ടതാണ്, ഇപ്പം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി കേരളത്തിൽ. അതെ, ഒരുപാട് മാറ്റങ്ങളുണ്ടായി, നിരവധി മാറ്റങ്ങൾ. നിരവധി. ഞാനൊക്കെ ചിന്തിക്കാറുണ്ട്, സംഘം പോലത്തെ ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നില്ല എന്ന് കേരളത്തിൻ്റെ സ്ഥിതി എന്താകുമായിരുന്നു. അതെ, ഉറക്കുളച്ച് നിൽക്കുന്ന ഒരു ജനവിഭാഗമുണ്ട് സംഘത്തിൽ കൂടി വളർന്നു വന്നേ. ഈ രാജ്യം, ഈ ജനത, ഇവിടെ സമൂഹം എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടുള്ളൊരു വലിയ വിഭാഗമല്ലേ. അതെ അതെ. അപ്പോൾ ആ നിലയ്ക്ക് ഉള്ള ആളുകൾ നമ്മൾ കാണാണ്ട് പോകാൻ പറ്റില്ലല്ലോ. അതെ അതെ, തീർച്ചയായിട്ടും. 100 വർഷത്തിൽ ഏകദേശം 90, 83, 84 വർഷമായിട്ട് കേരളത്തിൽ ഇതേ പ്രവർത്തനം നടക്കുകയാണ്. അതെ. നേരത്തെ ആര്യ സമാജിൻ്റെ പ്രവർത്തനം ഉണ്ടായിരുന്നു, രാമകൃഷ്ണ മിഷൻ്റെ പ്രവർത്തനം ഉണ്ടായിരുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾ പലതും ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. അതെ അതെ. ഇപ്പോൾ സംഘത്തിന് എത്രമാത്രം ആൾക്കാർ, അതുപോലെ സന്യാസി ശ്രേഷ്ഠന്മാരുടെ ചിന്മയ മിഷൻ്റെ പ്രവർത്തനം,
പഴയതുപോലെയല്ല. ചിന്മയ മിഷനൊക്കെ ഇപ്പോൾ സടകുടഞ്ഞെഴുന്നേറ്റ് പ്രവർത്തിക്കുകയാണ്. അതെ ധാരാളം പരിപാടികൾ വയ്ക്കുന്നു. ശ്രീയുടെ പ്രവർത്തനം, അതെ അമ്മയുടെ മാതാ അമൃതാനന്ദമയുടെ പ്രവർത്തനം, അമ്മയുടെ പ്രവർത്തനം അതിഗംഭീരമായിട്ട് പോകുകയല്ലേ. ചിദാനന്ദപുരസ്വാമി കേരളത്തിൽ മാത്രമല്ല, ഭാരതത്തിൽ മാത്രമല്ല, ഇപ്പം ലോകത്തിൻ്റെ പല ഭാഗത്ത് യാത്ര ചെയ്യാൻ തുടങ്ങി. അതെ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളുടെ ശിഷ്യ പരമ്പര അവര് ശിഷ്യന്മാർ വ്യാപകമായിട്ട് ആവേശത്തോടുകൂടി ആൾക്കാർക്ക് അവിടെയും കാര്യമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നില്ലേ. നമ്മൾ വിചാരിക്കുമ്പോഴല്ല, ഇതിൻ്റെ ഒരു ചെറിയ ചെറിയ ധൂളി മാത്രമാണ് ഹിന്ദു ധർമ്മ പരിഷത്തിൻ്റെ പ്രവർത്തനത്തിൽ നടക്കുന്ന ഹിന്ദു സമ്മേളനമെല്ലാം. നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാവരും കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ്. കേരളീയരായ എല്ലാ മലയാളികളും, ഇപ്പം ജാതി മത വ്യത്യാസം ഉൾപ്പെടെ എല്ലാവരും വരണം എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഈ ധർമ്മത്തെ അറിയണം, ഈ ധർമ്മം എന്താണ് ചെയ്യുന്നതെന്ന് അറിയണം. നമ്മൾ മതം അല്ല ഇവിടെ, ആ ധർമ്മത്തിനെ പുനഃസ്ഥാപിക്കുക അല്ലെങ്കിൽ ധർമ്മത്തിലൂടെ പോവുക എന്നുള്ളതായിരിക്കും ഈ കൂട്ടായ്മയുടെ എല്ലാം ആത്യന്തികമായ ഉദ്ദേശം. അപ്പോൾ അവിടെ വരുന്നവരോട് എന്തായിരിക്കും അങ്ങ് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ എന്തായിരിക്കും പറയാൻ ഉദ്ദേശിക്കുന്നത്? കേരളം ഭാരതത്തിൻ്റെ ഭാഗമാണ്, നിഷേധിക്കാൻ പറ്റില്ലല്ലോ. പറ്റില്ല. ഭാരതത്തിൽ നടക്കുന്ന വലിയ ഉയർച്ച, വലിയ പ്രവർത്തനം, വലിയ ശക്തി കേരളത്തിലും വരണം. അതിന് ഇവിടുത്തെ യുവാക്കന്മാരും സ്ത്രീകളും വൃദ്ധന്മാരും എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. ഈ ഭാരതത്തിൻ്റെ ഉയർച്ചയോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട്. തീർച്ചയായും. വെറും രാഷ്ട്രീയക്കാർ പറയുന്നതും കേട്ടിട്ട്, രാജ്യനൈതിക രംഗത്ത് പ്രവർത്തിക്കുന്നവരും കേട്ടിട്ട് ആയിരിക്കരുത് പ്രവർത്തനം. അതിൽ ജാതിക്കോ മതത്തിനോ ഒന്നിനും ഭാഷയ്ക്കോ ഒന്നിനും അല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. ഈ രാഷ്ട്രത്തിന് വേണ്ടി കേരളത്തിലെ ജനങ്ങളും കൂടി ഉയർന്നു വരണം, അവരെ ഉയർത്തിക്കൊണ്ടുവരണം എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ആ നിലയ്ക്ക് ആയിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ എന്നാണ് സമൂഹത്തിന്. പഠിക്കണം, ആരെങ്കിലും പറഞ്ഞു കേട്ടാകരുത്, സ്വയം പഠിക്കണം, സ്വയം ചിന്തിക്കണം, അറിയണം, എന്നിട്ട് മറ്റുള്ളവരെ അറിയിക്കണം സത്യസന്ധമായുള്ള കാര്യങ്ങൾ. ഇതാണ് പ്രത്യേകിച്ചും കേരള ജനത ചെയ്യേണ്ട കാര്യം. എന്തായാലും എല്ലാവിധ ആശംസകളും. ഈ ഒരു പ്രോഗ്രാം 91 തുടങ്ങിയത് ഇപ്പോഴും സ്റ്റിൽ അതേ പവറോടുകൂടി അതേ ശക്തിയോടുകൂടി ആ സമൂഹം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് ഓരോ വർഷം കഴിയുന്തോറും എണ്ണം കൂടി വരികയല്ലേ, കുറഞ്ഞുകൊണ്ടല്ലോ, ഉറപ്പാണ് അല്ലേ, കൂടി വരികയാണ്. അപ്പം ഉറപ്പായിട്ട് ഇനിയും പുതിയ ആളുകൾ വരട്ടെ, പുതിയ തലമുറ വരട്ടെ, മാറി ചിന്തിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഏപ്രിൽ 30, മെയ് 1, 2, 3 തീയതികളിൽ നടക്കുന്ന ഈ ഹിന്ദു മഹാസമ്മേളനത്തിലേക്ക്, പ്രിയദർശിനി ഹാളിലേക്ക് ഞങ്ങളും എല്ലാവരെയും ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്.